ഫിഫ്ത്ത് ജനറേഷൻ BMW 5 സീരീസ് ആണ്. ജനറേഷൻ കോഡ് E60 എന്ന് പറഞ്ഞാൽ 2003 മുതൽ 2010 വരെയുള്ള മോഡലാണ്. അത് ഇന്ത്യയിൽ ഇറങ്ങിയ ഫസ്റ്റ് BMW 5 സീരീസ് ആണ് E60. ഈ കാറിന്റെ കംപ്ലൈന്റ് എയർ ബാഗിന്റെ വാർണിംഗ് ലൈറ്റ് ക്ലസ്റ്ററിലുണ്ട്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ട്രബിൾ കോഡ്, അതായത് എയർ ബാഗ് കൺട്രോൾ യൂണിറ്റ് ഡയഗ്നോസ്റ്റിക് ട്രബിൾ കോഡ് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള ഡോറിന്റെ ക്രാഷ് സെൻസർ കംപ്ലൈന്റ് ആയിട്ടാണ്. അപ്പോൾ ക്രാഷ് സെൻസർ നമ്മൾ റീപ്ലേസ് ചെയ്തു. നൗ എവറിത്തിങ് ഈസ് വർക്കിംഗ് പ്രോപ്പർലി. ഈ സെൻസർ കംപ്ലൈന്റ് ആവാനുള്ള കാരണം ഒന്നെങ്കിൽ കൊറോഷൻ ആവാം, അതല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആവാം. കോമൺ ആയിട്ടുള്ള റീസൺ ആണ് സെൻസേഴ്സ് കംപ്ലൈന്റ് ആവാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഏജിംഗ് കൊണ്ട് ഇങ്ങനൊരു കംപ്ലൈന്റ് വരാം. മിക്കവാറും ഏജിംഗ് കൊണ്ടായിരിക്കണം ഈ ഒരു കംപ്ലൈന്റ് വന്നത്. ഇനി ഒരു എയർ ബാഗിന്റെ വാർണിംഗ് ലൈറ്റ് ക്ലസ്റ്ററിൽ വന്നതുകൊണ്ട് നമുക്ക് കാർ ഡ്രൈവ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ ത്രോട്ടിൽ എടുത്ത് നല്ല സ്പീഡിൽ പോവാം. AC എല്ലാം വർക്കിംഗ് ആയിരിക്കും. ഒരു കുഴപ്പമുണ്ടാവില്ല. ആകെ ഒരു വാർണിംഗ് ലൈറ്റ് മാത്രമേ ഉണ്ടാവും. പക്ഷേ ഇതിലൊരു കുഴപ്പം, നമുക്ക് ആവശ്യമുള്ള സമയത്ത് എയർ ബാഗ് ഓപ്പൺ ആവും. ഇപ്പോൾ നമ്മൾ കാർ BMW നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് 80 to 100 km/h നമ്മൾ ക്രൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സഡൻ കൊളീഷൻ വന്നാൽ, ആക്സിഡന്റ് വന്നാൽ എയർ ബാഗ് ഓപ്പൺ ആവില്ല. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ സർവീസ് സെന്ററിൽ പോവുക, അത് റെക്ടിഫൈ ചെയ്യാം. എയർ ബാഗ് സെൻസേഴ്സ് ബൈപ്പാസ് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അത് ഒരിക്കലും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എയർ ബാഗ് സെൻസർ ബൈപ്പാസ് ചെയ്ത എയർ ബാഗ് ഓപ്പൺ ആവില്ല. നമ്മൾ ഒരു രീതിയിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും വർക്ക് ആവില്ല. മാത്രമല്ല, ഞങ്ങൾ ഫോറത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഈ എയർ ബാഗിന്റെ സെൻസേഴ്സ് ബൈപ്പാസ് ചെയ്യുമ്പോൾ ഇൻഷുറൻസിന് ക്ലെയിം കൊടുക്കുമ്പോൾ, അതായത് നമ്മൾ ആക്സിഡന്റ് ആയി ഇൻഷുറൻസിന് ക്ലെയിം കൊടുക്കുമ്പോൾ ക്ലെയിം റിജക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു മാൽ പ്രാക്ടീസ് ഒരിക്കലും നടത്തരുത്.